ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അമ്പാടി പഴമൊക്കെ പിടിച്ചിരിക്കുന്നത് ഞാൻ അതിലേക്കുള്ള മാവ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലെന്തൊക്കെ ചേർത്തിട്ടുള്ളതെന്ന് പറയാം. കടലമാവ്, അരിപ്പൊടി, മൈദ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ളു ഉപ്പ്, പഞ്ചസാര ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഒരു പാകത്തിനാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേന്ത്രപ്പഴം ആദ്യം പകുതിയാക്കി അതിന് ശേഷം ഇതേപോലെ നീളനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മുടെ പഴം ഓരോന്നോരോന്ന് മാവിലേക്ക് മുക്കിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിളാണല്ലോ, നമുക്കറിയാമല്ലോ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ചിലർ ഈ മാവിൽ പല തരത്തിലാണ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ മൈദ ഉള്ള കാരണമാണ് മൈദ ചേർത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് പകരം ഞാൻ ഗോതമ്പ് പൊടി ഔട്ട ചേർക്കുക. അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ആ സമയത്ത് എന്താണുള്ളത് അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ അതായത് നമ്മുടെ പഴംപൊരിയൊക്കെ ഞാൻ മറിച്ചിട്ടു. അപ്പോൾ ഇത്തിരി ഒരു മുരിവ് കൂടിയിട്ടാണ്. കണ്ടോ, കളറ് വല്ലാണ്ടൊന്നും മുരിഞ്ഞു പോയി. ആദ്യത്തെ ആയ കാരണമാണ് അങ്ങനെ വല്ലാണ്ട് പൊരിച്ചു പോകണത് കേട്ടോ. അമ്പാടിയാണെന്ന് വെച്ചാൽ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കണതാണ് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ പോയി മേശയുടെ അവിടെ പോയി ഇരുന്നോന്ന് പറഞ്ഞാലാണ് അവൻ പോവുള്ളൂ. അപ്പോൾ എനിക്കും അവനിങ്ങനെ ഓരോന്ന് വർത്താനം പറയുമ്പോൾ എനിക്കൊരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും അവൻ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പഴംപൊരിയൊക്കെ ഉണ്ടാക്കാണ് കേട്ടോ. പണ്ടെന്ന് പറയണത് സ്കൂളുള്ള സമയത്ത് നമുക്ക് രാവിലത്തെ പലഹാരം തന്നെ വൈകുന്നേരം ഞാൻ സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു വെക്കേഷനല്ലേ, ഇവർ ചോദിക്കും, ഉണ്ണിക്കുട്ടൻ ചോദിക്കും അമ്മ ഇന്ന് എന്തൊട്ടാ സ്പെഷ്യൽ എന്ന് അങ്ങനെ ചോദിക്കും കേട്ടോ. അത് കാരണം എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കിയേ മതിയാവും. അപ്പോൾ അതേ പഴംപൊരിയൊക്കെ ഞാനിവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മമാർക്ക് ചായയും പഴംപൊരിയും കൊടുക്കാം കേട്ടോ. ചായ ഞാൻ ഓൾറെഡി ഇവിടെ കൊണ്ടുവച്ചു. പഴംപൊരി ഞാൻ കൊണ്ടുവച്ചപ്പോൾ പറഞ്ഞ ചൂടുണ്ട്, പെട്ടെന്ന് തന്നെ വായിലേക്ക് വെച്ച് വായ പൊളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്പാടി അതിങ്ങനെ നോക്കണം കേട്ടോ. ചൂടുണ്ടെന്ന് പറഞ്ഞ കാരണം നാൾ കൈയിടാതിരുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരങ്ങനെ ആ രസത്തിൽ അങ്ങനെ തിന്ന് പോയിക്കോളൂ കേട്ടോ. വലുതാക്കി ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് അവർക്ക് മട്ടയ്ക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ചെറുതാക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉണ്ണിക്കുട്ടൻ പറഞ്ഞു സൂപ്പറാണെന്നുള്ളത്. അമ്പാടിയുടെ എക്സ്പ്രഷൻ വന്നിട്ടില്ല. അമ്പാടി 2-3 കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ എക്സ്പ്രഷൻ ഇടുന്നത്. അതേ എക്സ്പ്രഷൻ ഇട്ടു. പിന്നെ ഞാനും കഴിച്ചു. കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു പഴംപൊരി. നമ്മുടെ കടയിൽ ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കണതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.